പറഞ്ഞാൽ മതിയേട്ടാ. കെട്ടിയിട്ട ഭയങ്കര വിളിയെന്ന്. ഇനി അത് കെട്ടിയിട്ടും കൂടി പഠിപ്പിക്കണം. ഇപ്പം അതാണ് ഇപ്പം ഈ കുഞ്ഞുങ്ങൾ ഇത്തിരി എണീറ്റ് ഓടിക്കളിക്കാറാകുമ്പോൾ ഇവ എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ ഞങ്ങൾ അറിയാതെ ആയാലും അതിപ്പം നടന്ന് കുഞ്ഞുങ്ങൾ വരണമെങ്കിലേ ഇവൻ പിടിച്ച് തിന്ന് കളയേ കൊല്ലേ ചെയ്യുമോ എന്നൊരു പേടി. അതുകൊണ്ടാണ് അതിന് ഗുണ്ടുവിനെ നമ്മളൊന്ന് വിലക്കി അതിനെ കുഞ്ഞു പൂച്ച ഇവൻ്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുവന്ന് മണപ്പിച്ചും ഇവനൊന്ന് സ്നേഹം. പണ്ടേവും പൂച്ചകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇഷ്ടമാണ്. എങ്കിലും അമ്മ തള്ളയെ കണ്ട ഉടനെ രണ്ടും കൂടി കടിപിടി കൂടും. പിന്നെ കുറച്ചുകൂടി വളർന്ന ഒരു കുഞ്ഞു പൂച്ചകൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പൂച്ച ചീറ്റാൻ തുടങ്ങും. ഇപ്പോഴാണെങ്കിൽ ചീറ്റൽ പ്രായമില്ല, അറിവില്ലാത്ത കുഞ്ഞുങ്ങളല്ലേ. അപ്പം ഇവ സ്നേഹത്തോടെ അതുങ്ങൾക്ക് പൂച്ച കുഞ്ഞുങ്ങൾക്ക് പേടി മാറിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടൊക്കെ അടുത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ പൂച്ച ചീറി കൊടുത്താലും പോവില്ല. ഇപ്പം അമ്മ തള്ളയ്ക്ക് ഇവിടെ ഇറങ്ങണം അല്ല അടി വേണോ? ഇറങ്ങ് വാ ഇങ്ങോട്ട് വാ. നല്ല അടി വേണോ? ഇറങ്ങടാ ഇവിടെ ഇറങ്ങടാ വരേ ഇല്ല, ഭയങ്കര മടി. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവിടെ വരല്ലെന്ന് പറഞ്ഞില്ലേ? പോ. വരത്തേയില്ല, ഇവിടെ തന്നെ ചുറ്റുപറ്റി നിൽക്കുകയാണ്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. എഴി, നിന്റെ അടുത്ത് ഇവിടെ കിടക്കാനൊന്നും പറഞ്ഞില്ല. എഴി അമ്മ പൂച്ച എഴിയടാ. എഴിയടാ എഴി. വാ ചോറ് കഴിക്കാൻ പോവാം. ഇതാ കണ്ടല്ലേ, എഴിക്കണ പോലും ഇല്ല അവൻ ഇവിടെ നിന്ന് വരത്തില്ല. ഞാൻ എന്ത് ചെയ്യണം പറയൂ? ഇവ ഇങ്ങനെ എന്ത് ഞാൻ ചെയ്യണം? എഴിയടാ, എഴിച്ചു പോടാ. അവനെ അടിക്കൂലെന്ന് അറിയാം കേട്ടോ. ദേഹം ഉപദ്രവിച്ചിട്ടില്ല നമ്മൾ. എഴിച്ചു വാ. എഴിക്ക്. ഇറങ്ങ. ഇനി ഈ കുഞ്ഞുങ്ങൾ ഇത്തിരി വളർന്ന എങ്ങനെ ഇതുങ്ങൾ പുറത്തിറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞുങ്ങളെ പിടിച്ച് കളയേ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. നോക്ക്, എൻ്റെ അമ്മ ഞാൻ കാണിച്ചു തരാവേ. ഇതാ മതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. ആള് ഇവിടെ ഇരിപ്പുണ്ട്. കളിയും പിന്നെ അതുപോലെ ഭയങ്കര വിളിയാണേ. ഇവനെ കെട്ടി ഒരു 5 മിനിറ്റ് പോലും ഇടാൻ പറ്റില്ല. ആരെങ്കിലും